ഫസ്റ്റ് നമുക്ക് കോംപ്ലക്സ് ഇൻ്റഗ്രേഷനാണ് പഠിക്കാനുള്ളത്. ഓക്കെ, കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് പ്ലെയിനിൽ നമ്മൾ കോംപ്ലക്സ് ഫങ്ഷൻസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അതാണ് കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പഠിക്കാനുള്ളത് കോണ്ടൂർ ഇൻ്റഗ്രൽസ് ആണ്. കോണ്ടൂർ ഇൻ്റഗ്രൽസിൻ്റെ ഡെഫിനിഷൻ നോക്കുക. ലെറ്റ് us കൺസിഡർ ഇൻ്റഗ്രൽ of a complex valued function f of a complex variable set along a given contour C extending from a point z equal to z1 to a point z equal to z2 in the complex plane. They are known as contour integrals or complex line integrals. This is usually written as integral over C f of z dz. അതായത് ഒരു കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ എഫ് കൺസിഡർ ചെയ്യാം. എഫ് ഓഫ് സെഡ് എലോങ് എ ഗിവൺ കോണ്ടൂർ സി. സി എന്ന് പറയുന്ന കോണ്ടൂർ എന്ന് പറഞ്ഞാൽ പാത്തിനെയാണ് മീൻ ചെയ്യുന്നത്. പാത്ത് എവിടെ തൊട്ട് എവിടം വരെയാണ്? സെഡ് വൺ എന്ന് പറയുന്ന പോയിന്റ് തൊട്ട് സെഡ് ടു എന്ന് പറയുന്ന പോയിന്റ് വരെ കോംപ്ലക്സ് പ്ലെയിനിലുള്ള കോണ്ടൂർ സി. ഓക്കെ, നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ്. ഈ എഫ് ഓഫ് സെഡിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്? ഈ പാത്തിനെ, സി എന്ന് പറയുന്ന പാത്ത് കോണ്ടൂർ, അത് എവിടെ നിന്നിട്ട് എവിടം വരെയാ? സെഡ് വൺ ടു സെഡ് ടു. ഈ ഒരു ഇൻ്റഗ്രലിനെയാണ് നമ്മൾ കോണ്ടൂർ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ കോംപ്ലക്സ് ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയാം. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ പാത്തിനെയും ഫങ്ഷനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ? ഡയറക്റ്റ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഫംഗ്ഷനും പാത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ഇക്വേഷനിലെ സെഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് വേരിയബിൾ, ഓക്കെ, എഫ് ഓഫ് സെഡ് കോംപ്ലക്സ് ഫംഗ്ഷനാണ്. സെഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് വേരിയബിൾ ഒരു പാരാമെട്രൈസ്ഡ് ഫോമിലാണ് തന്നിട്ടുണ്ടാവുക. പാരാമെട്രൈസ്ഡ് ഫോം എന്ന് പറഞ്ഞാൽ എക്സും വൈയും അല്ലാത്ത മറ്റൊരു വേരിയബിൾ ടി എന്ന് പറയുന്ന മറ്റൊരു പാരാമീറ്റർ യൂസ് ചെയ്തുകൊണ്ട് ആണ് സെഡ് എന്ന് പറയുന്ന വേരിയബിൾ, കോംപ്ലക്സ് വേരിയബിൾ, അതായത് സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് ഐ വൈ ഓഫ് ടി വെർ ടി വാരീസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. represents a contour C extending from a point z1 equal to z of A to a point z2 equal to z of B. അതായത് ഈ ടി വാരി ചെയ്യുന്ന എൻ പോയിൻറ്റ്സിലാണ് നമ്മളെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻ പോയിൻറ്റും സെഡ് ഓഫ് എയും സെഡ് ഓഫ് ബിയും. ഇനി നമ്മളെ ഫംഗ്ഷൻ പീസ് വൈസ് കണ്ടിന്യൂസ് ഓൺ സി ആണ്. പീസ് വൈസ് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ ഓരോ പീസുകൾ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ യൂണിയനും എന്താണ്? ആ ഒരു പാത്തിൽ കണ്ടിന്യൂസ് ആയിരിക്കും. എഫ് ഓഫ് സെഡ് ഓഫ് ടി ഈസ് പീസ് വൈസ് കണ്ടിന്യൂസ് ഓൺ ദി ഇൻ്റർവെൽ എ ലെസ് ദാൻ റിക്കിൾ ടി ലെസ് ദാൻ റിക്കിൾ ബി. ഈ ഒരു ഇൻ്റർവെല്ലിൽ എഫ് ഓഫ് സെഡ് ഓഫ് ടി, ഓക്കെ, പീസ് വൈസ് കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കോണ്ടൂർ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ കോംപ്ലക്സ് ലൈൻ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കുക. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ്, അതായത് കോണ്ടൂർ ഇൻ്റഗ്രൽ ഈക്വൽ ടു എ ടു ബി. എ ടു ബി എന്ന് പറയുന്ന സെഡ് ഓഫ് ടി വാരി ചെയ്യുന്ന ഇൻ്റർവെലാണ് എ ടു ബി. എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. ഇതാണ് കോണ്ടൂർ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഫോർമുല അല്ലെങ്കിൽ കോണ്ടൂർ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഡിഫൈൻ കോണ്ടൂർ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കൊണ്ടു. ഒരു കോംപ്ലക്സ് ഫംഗ്ഷനെ കോംപ്ലക്സ് പ്ലെയിനിൽ ഒരു പാത്ത് കൺസിഡർ ചെയ്തുകൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അതിനെ ജനറലി എഴുതുക ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ആണ്. അത് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം? എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. ഈ എ ടു ബി എന്ന് പറയുന്നത് സെറ്റ് ഒരു പാരാമെട്രിക് ഫോമിൽ എഴുതുക. സെഡ് ഓഫ് ടി എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി പ്ലസ് ഐ വൈ ഓഫ് ടി. ടി വാരി ചെയ്യുന്ന ഇൻ്റർവെലാണ് എ ടു ബി. എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. അടുത്തതായിട്ട് ഈ കോംപ്ലക്സ് ലൈൻ ഇൻ്റഗ്രൽസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. 4 or 5 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ പ്രോപ്പർട്ടീസൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോപ്പർട്ടി നോക്കുക. ഇഫ് സി ഡിനോട്ട് ദി കോണ്ടൂർ സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് ടി എക്സ്റ്റെൻഡിങ് ഫ്രം സെഡ് ഈക്വൽ ടു സെഡ് വൺ ടു സെഡ് ഈക്വൽ ടു സെഡ് ടു. അപ്പോൾ സി എന്ന് പറയുന്ന കോണ്ടൂർ, അതിൽ പാത്ത്
ഇവിടുന്ന് എവിടം വരെയുള്ളതാണ് ഈ കോംപ്ലക്സ് വേരിയബിൾ സെഡ് ഓഫ് ടി Z1 മുതൽ Z2 വരെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടുള്ള പാത്താണ്, കോണ്ടൂറാണ് സി റെപ്രസെൻ്റ് ചെയ്യുന്നത്. മൈനസ് സി എന്ന് പറയുന്നത് ഡിനോട്ട്സ് ദി കോണ്ടൂർ കൺസിസ്റ്റിംഗ് ഓഫ് ദി സെയിം സെറ്റ് ഓഫ് പോയിൻറ്റ്സ് സെയിം ആണ്, ബട്ട് വിത്ത് ദ ഓർഡർ റിവേഴ്സ്ഡ്. അതായത് ഓർഡർ എന്ത് ചെയ്യുന്നുണ്ട്, റിവേഴ്സ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ദി ന്യൂ കോണ്ടൂർ എക്സ്റ്റെൻഡ്സ് ഫ്രം ദി പോയിൻറ്റ് Z2 ടു Z1. Z2 എന്ന് Z1ലേക്കാണ് മൈനസ് സി ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ മൈനസ് സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇൻ്റഗ്രൽ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ആണ്. സി എന്ന് പറയുന്ന കോണ്ടൂർ Z1 നിന്ന് Z2ലേക്കും മൈനസ് സി എന്ന് പറയുന്നത് Z2 നിന്ന് Z1ലേക്കും ആണെങ്കിൽ ഈ ഇൻ്റഗ്രൽ കാണുന്ന സമയത്ത് കോണ്ടൂർ ലൈൻ ഇൻ്റഗ്രൽ കാണുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ മൈനസ് സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് മൈനസ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ആണ്. അതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കാം. സി എന്ന് പറയുന്ന കോണ്ടൂർ സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് ടി, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. Z1 ടു Z2 ആണ് വാരി ചെയ്യുന്നത്. മൈനസ് സി ആണെങ്കിലോ സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് മൈനസ് ടി അല്ലേ, അതായത് മൈനസ് ബി ടു മൈനസ് എ. ഓക്കെ, ടി വാരീസ് ഫ്രം മൈനസ് ബി ടു മൈനസ് എ. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇൻ്റഗ്രൽ ഓവർ മൈനസ് സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു എവിടുന്ന് തൊട്ട് എവിടെയും വരിക, മൈനസ് ബി ടു മൈനസ് എ എഫ് ഓഫ് സെഡ് ഓഫ് മൈനസ് ടി ഇൻറ്റു നമ്മളെ ഡെഫിനിഷനാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഡെഫിനിഷൻ എന്താ, ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്താ, ഇൻ്റഗ്രൽ ഓവർ എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി ആ. അതാണ് ഇവിടെ എഴുതിയത്. എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇതല്ലേ മൈനസ് സിയിലെ, ഇൻറ്റു സെഡ് ഡാഷ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെറിവേറ്റീവാണ്, ഡി ബൈ ഡി ടി ഓഫ് സെഡ് ഓഫ് മൈനസ് ടി ഡി ടി മൈനസ് ബി ടു എ എഫ് ഓഫ് സെഡ് ഓഫ് മൈനസ് ടി ഇൻറ്റു ഇതിന് പകരം എന്താ എഴുതി, സെഡ് ഡാഷ് ഓഫ് മൈനസ് ടി ഇൻറ്റു ഒരു മൈനസ് 1 ഉണ്ടാകും. അപ്പോൾ മൈനസ് സെഡ് ഡാഷ് ഓഫ് മൈനസ് ടി ഡി ടി മൈനസ് ബി ടു എ, ഈ നെഗറ്റീവ് ഔട്ട് സൈഡ് വെച്ചു, എഫ് ഓഫ് സെഡ് ഓഫ് മൈനസ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. ഈ ഒരു സെഡ് ഡാഷ് ഓഫ് മൈനസ് ടി എന്തെന്നാ, സെഡ് ഓഫ് ടീൻ്റെ വിത്ത് റെസ്പെക്ട് ടു ടിയിലുള്ള ഡെറിവേറ്റീവാണ് അല്ലേ, ഇവാലുവേറ്റഡ് അറ്റ് മൈനസ് ടിയിൽ ഇവാലുവേറ്റ് ചെയ്ത ഡെറിവേറ്റീവാണ് ഇതല്ലേ. അപ്പോൾ മൈനസ് ടിക്ക് യു കൊടുത്താൽ എന്താ കിട്ടുക, മൈനസ് ഡി ടി ഈക്വൽ ടു ഡി യു അല്ലെങ്കിൽ ഡി ടി ഈക്വൽ ടു മൈനസ് ഡി യു എന്ന് കിട്ടുമല്ലോ. ഇനി ടി മൈനസ് ബി ആയിക്കഴിഞ്ഞാൽ ടിക്ക് മൈനസ് ബി കൊടുത്താൽ യുവിൻ്റെ വാല്യൂ ബി അല്ലേ, രണ്ട് നെഗറ്റീവും കൂടെ പോസിറ്റീവ് ആവും അല്ലേ. ആൻഡ് വെൻ ടി ഈക്വൽ ടു മൈനസ് എ, ടി മൈനസ് എ ആയാൽ യു എ ആവും. അപ്പോൾ യുയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ മൈനസ് സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്തായിട്ട് മാറും, മൈനസ് ബി ടു എ എന്നുള്ളത് മൈനസ് ബി ആകുമ്പോൾ യു ബി ആ. അപ്പോൾ ബി ടു എ എഫ് ഓഫ് സെഡ് ഓഫ് യു ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് യു ഡി ടിക്ക് പകരം മൈനസ് ഡി യു എന്ന് കൊടുത്തു. അതായത് ടിയിൽ നിന്ന് എന്തിലേക്ക് ചേഞ്ച് ചെയ്യുക, യുയിലേക്ക് മാറുകയാണ്. മൈനസ് എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് യു ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് യു ഡി യു. ഈ നെഗറ്റീവ് എന്ത് ചെയ്തു, ഔട്ട് സൈഡേക്ക് എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ കിട്ടുക, ഇവിടെ ബി ടു എ ആണ്, ഇത് എ ടു ബി ആ. അപ്പോൾ ബി ടു എ ഓൾറെഡി ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്, അത് എ ടു ബി ആയ സമയത്ത് ആ നെഗറ്റീവ് പോവും. ഇവിടെയുള്ള ഈ നെഗറ്റീവാണ് ഔട്ട് സൈഡ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ മൈനസ് സി മൈനസ് ഇൻ്റഗ്രൽ ഓവർ സി. എ ടു ബി എന്ന് പറയുമ്പോൾ സി ആണ് നമ്മളെ പാത്ത്. എഫ് ഓഫ് സെഡ് ഡി സെഡ്, എഫ് ഓഫ് സെഡ് ഡി സെഡിൻ്റെ ഡെഫിനിഷനിൽ ഇത് എഫ് ഓഫ് സെഡ് ഓഫ് യു ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ഡി യു. അപ്പോൾ എന്ത് കിട്ടി, മൈനസ് സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ്. അതായത് ഓർഡർ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് സി എന്ന് പറയുന്നത് സെഡ് 1 നിന്ന് സെഡ് 2ലേക്കുള്ള പാത്തും മൈനസ് സി എന്ന് പറയുന്നത് സെഡ് 2 സെഡ് 1ലേക്കുള്ള പാത്തും ആണെങ്കിൽ മൈനസ് ഇൻ്റഗ്രൽ ഓവർ മൈനസ് സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്തിന് ഈക്വലാ, ഇൻ്റഗ്രൽ ഓവർ മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡിന് ഈക്വലാണ്. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. നെക്സ്റ്റ് രണ്ടാമത്തെ പ്രോപ്പർട്ടി നോക്കുക. ഇഫ് സി കൺസിസ്റ്റ് ഓഫ് എ കോണ്ടൂർ C1 ഫ്രം
set 1 to set 3 followed by a contour from set 3 followed by a contour C2 from set 3 to set 2, the initial point of C2 being the final point of C1, then integral over C f of z dz equal to integral over C1 f of z dz plus integral over C2 f of z dz. അതായത് സി എന്ന് പറയുന്ന കോണ്ടൂർ പാത്താണ്. സി എന്ന് പറയുന്ന കോണ്ടൂർ C1 Z1 നിന്ന് Z3യിലേക്കും അതേപോലെ C2 Z3 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് Z2യിലേക്കുമാണ് ഡിഫൈൻ ചെയ്തത്. ഓക്കെ, അതായത് C2ൻ്റെ ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് C1ൻ്റെ ഫൈനൽ പോയിൻ്റാണ്, Z3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് സെഡ് ഡി സെഡ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C2 എഫ് ഓഫ് സെഡ് ഡി സെഡ് ആണ്. ഇപ്പോൾ C1 എന്ന് പറയുന്ന പാത്തിൽ എഫ് ഓഫ് സെറ്റിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക പ്ലസ് C2 എന്ന് പറയുന്ന പാത്തിൽ എഫ് ഓഫ് സെറ്റിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇതിൻ്റെ സമ്മാണ് സി എന്ന് പറയുന്ന കോണ്ടൂർ. അതായത് സി എന്ന് പറയുന്ന കോണ്ടൂർ C1 Z1 Z3യിലേക്കും C2 എന്ന് പറയുന്ന കോണ്ടൂർ Z3 Z2യിലേക്കും ആണെങ്കിൽ ഈ സീനെ നമുക്ക് കോണ്ടൂർസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം എന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രൂഫ് നോക്കുക. C1 എന്ന് പറയുന്ന കോണ്ടൂർ കുറച്ച് പുതിയ കാര്യങ്ങൾ നമുക്ക് ഡിഫൈൻ ചെയ്യണം, എന്നാൽ മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രൂഫ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ C1 ഡിഫൈൻ ചെയ്തത് നോക്കുക. അപ്പോൾ C1 ഡിഫൈൻ ചെയ്തത് സെറ്റ് ഈക്വൽ ടു ഫൈ ഓഫ് ടി എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിയും, ഫൈ ഓഫ് എ ഈക്വൽ ടു Z1 ഫൈ ഓഫ് സി ഈക്വൽ ടു Z3. അതായത് Z1 നിന്ന് Z3യിലേക്കാണ് C1 എന്ന് പറയുന്ന പാത്ത് ഉള്ളത്, പോയിൻറ്റ്. ഓക്കെ, ഇനീഷ്യൽ പോയിൻറ്റ് Z1ഉം ഫൈനൽ പോയിൻറ്റ് Z3യും. C2 എന്ന് പറയുന്നത് Z ഈക്വൽ ടു കൈ ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷനാക്കി ഡിഫൈൻ ചെയ്തു. അതായത് സി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബിയിലാണ് എൻഡ് ചെയ്യുന്നത്. അതായത് Z3 നിന്ന് Z2 വരെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സി എന്ന് പറയുന്ന കോണ്ടൂർ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? Z ഈക്വൽ ടു സെഡ് ഓഫ് ടി ഫൈ ഓഫ് ടി എ ടു സിയും കൈ ഓഫ് ടി സി ടു ബിയും. അതായത് Z1 ടു Z3 Z3 ടു Z2. ദെൻ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. ഓക്കെ, അതായത് പാത്ത് എവിടെ നിന്നോട്ട് എ ടു സിയും സി ടു ബിയും ആണ്. അതായത് മൊത്തം എ ടു ബി ആണ് അല്ലേ. എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. ദെൻ നമ്മൾ പാത്ത് സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. എ ടു സി എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി പ്ലസ് സി ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എ ടു സി എഫ് ഓഫ് ഫംഗ്ഷൻ ഏതാ ഫൈ ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി ഡി ടി പ്ലസ് സി ടു ബി ഫൈ എഫ് ഓഫ് കൈ ഓഫ് ടി ഇൻറ്റു കൈ ഡാഷ് ഓഫ് ടി ഡി ടി. അപ്പം ഇത് ഏതാണെന്ന് നമുക്കറിയാം. എ ടു സി എന്ന് പറയുന്നത് ഏതാ? C1 ആ പാത്ത്. ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് സെഡ് ഡി സെഡ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C2 എഫ് ഓഫ് സെഡ് ഡി സെഡ്. അതായിരുന്നു പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. ആ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്തു, ഫൈ ഓഫ് ടിയും കൈ ഓഫ് ടിയും, അത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ പ്രോപ്പർട്ടി നോക്കുക. ലെറ്റ് എഫ് ഓഫ് സെഡ് ആൻഡ് ജി ഓഫ് സെഡ് ബി എനി ടു കോംപ്ലക്സ് ഫംഗ്ഷൻസ്. രണ്ട് കോംപ്ലക്സ് ഫംഗ്ഷൻസാണ് എഫ് ഓഫ് സെഡും ജി ഓഫ് സെഡും, വിച്ച് ആർ പീസ് വൈസ് കണ്ടിന്യൂസ് ഓൺ ദി കോണ്ടൂർ സി. അതായത് സി എന്ന് പറയുന്ന കോണ്ടൂറിൽ പീസ് വൈസ് കണ്ടിന്യൂസ് ആണ്. ആൻഡ് സെറ്റ് നോട്ട് ബി എനി കോംപ്ലക്സ് കോൺസ്റ്റൻറ്റ്. സെറ്റ് നോട്ട് കോംപ്ലക്സ് കോൺസ്റ്റൻ്റ് ആണ്. പീസ് വൈസ് കണ്ടിന്യൂസ് എന്ന് ഞാൻ പറഞ്ഞു. എന്താ, നമുക്ക് ഏതിലാണോ ഡിഫൈൻ ചെയ്തത്, കണ്ടിന്യൂസ് ഏതാണോ ഡൊമൈൻ, അതിൽ ഇപ്പോൾ C1 C2 C3 C4 എക്സെട്ര CNs കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാലും കണ്ടിന്യൂസ് ആണ്. അതാണ് പീസ് വൈസ് കണ്ടിന്യൂസ് എന്ന് പറയുന്നതിൻ്റെ മീനിങ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് പ്ലസ് ജി ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് സെഡ് ഡി സെഡ് ആണ്. അതായത് രണ്ട് കോംപ്ലക്സ് ഫംഗ്ഷൻസ് എഫ് ഓഫ് സെഡും ജി ഓഫ് സെഡും സിയിൽ പീസ് വൈസ് കണ്ടിന്യൂസ് ആണ്. സെറ്റ് നോട്ട് ഒരു കോംപ്ലക്സ് കോൺസ്റ്റൻറ്റും ആണെങ്കിൽ രണ്ട് റിസൾട്ട് പറയുന്നുണ്ട്. ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ജി പ്ലസ് ജി ഓഫ് സെഡ് ഡി സെഡിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സെക്കൻഡ് ഇൻ്റഗ്രൽ ഓവർ സി സെറ്റ് നോട്ട് എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു സെറ്റ് നോട്ട് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഔട്ട് സൈഡ് വെക്കുക ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ്. ഓക്കെ, ഇനി അതിൻ്റെ പ്രൂഫ് നോക്കാം. ലെറ്റ് ദി കോണ്ടൂർ സി ബി റെപ്രസെൻറ്റഡ് ബൈ സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് ടി എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഈ ലെഫ്റ്റ് സൈഡ് എടുത്തു, LHS എടുത്തു കഴിഞ്ഞാൽ എ ടു ബി നമ്മൾ ഡെഫിനിഷനും കൊടുക്കുക. എഫ് ഓഫ് സെഡ് ഓഫ് ടി
പ്ലസ് ജി ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. ഇത് നമ്മുടെ ഡെഫിനിഷനാണേ. ഏതാ? കോണ്ടൂർ ഇൻ്റഗ്രലിൻ്റെ ഡെഫിനിഷനാണ്. ദാറ്റ് ഈസ് എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി പ്ലസ് എ ടു ബി ജി ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് സെഡ് ഡി സെഡ്. ഓക്കെ, അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഇനി ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് കോംപ്ലക്സ് ഫംഗ്ഷൻ ഉള്ളതെങ്കിൽ എ ടു ബി സെറ്റ് നോട്ട് കോൺസ്റ്റൻറ്റ് അവിടെ വെച്ചു ഇതിന് ഡെഫിനിഷൻ കൊടുത്തു. എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. സെറ്റ് നോട്ട് ഔട്ട് സൈഡ് വെച്ചു. എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. സെറ്റ് നോട്ട് ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെറ്റിന് എഴുതാൻ പറ്റും. ഓക്കെ, ഫോർത്ത് പ്രോപ്പർട്ടി നോക്കുക. ഇഫ് മോഡ് എഫ് ഓഫ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം for every where on a contour C and L is the length of C, then modulus of integral over C f of z dz less than or equal to ml. ഇതിന് ml ഇനീക്വാലിറ്റി എന്നാണ് പറയുക. അതായത് എഫ് ഓഫ് സെറ്റിൻ്റെ മോഡുലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. അതായത് എം ഒരു അപ്പർ ബൗണ്ടാണ്. ഓക്കെ, അതായത് എമ്മിനേക്കാൾ ചെറുതാണ് അല്ലെങ്കിൽ എമ്മിന് ഈക്വലാണ് ഈ എഫ് ഓഫ് സെറ്റിൻ്റെ മോഡുലസ്. നമുക്ക് തന്നിട്ടുള്ള കോണ്ടൂറിൽ മോഡ് എഫ് ഓഫ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. എൽ എന്ന് പറയുന്നത് ഈ കോണ്ടൂറിൻ്റെ ലെങ്ത് ആണെങ്കിൽ മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ് ഇതിൻ്റെ ഇൻ്റഗ്രൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എൽ ആണ്. എൽ എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത് ആണ് ആ കോണ്ടൂറിൻ്റെ. ഇതിനെ എം എൽ ഇനീക്വാലിറ്റി എന്നാണ് പറയുക. ഈ ഇനീക്വാലിറ്റി യൂസ് ചെയ്തുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഇനീക്വാലിറ്റിയാണ്. ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസും ചെയ്യാനുണ്ട്. അതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കുക. സി എന്ന് പറയുന്നത് കോണ്ടൂറാണ്. സെഡ് ഈക്വൽ ടു സെഡ് ഓഫ് ടി ഈസ് ദി കോംപ്ലക്സ് വേരിയബിൾ. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. ഇനി എൽ എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന കോണ്ടൂറിൻ്റെ ലെങ്ത് ആണ്. ദെൻ എ ടു ബി മോഡുലസ് ഓഫ് സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. അതായത് സിയുടെ ലെങ്ത് ആണ് എല്ല്. എൽ എന്താണ്? ഇൻ്റഗ്രൽ ഓവർ എ ടു ബി മോഡുലസ് ഓഫ് സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. ഓക്കെ, ഇതവിടെ നിൽക്കട്ടെ. ഇത് നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ട. നമുക്ക് തന്ന കാര്യമാണ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ് നമ്മുടെ കോണ്ടൂറിൽ. ദെൻ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. എഫ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സെഡ് ഓഫ് ടി എന്തായാലും എമ്മിനേക്കാൾ ലെസ് ദാൻ ആണ്. എം ആണ് അതിൻ്റെ അപ്പർ ബൗണ്ട്. ദെൻ മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ഡി സെറ്റ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി ഇതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തു. എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. ഓക്കെ, ഇത് നമ്മൾ പഠിക്കുന്ന ഒരു ഇനീക്വാലിറ്റി ആണെന്ത്? മോഡുലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എ ടു ബി മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. അതായത് ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലേക്ക് മോഡുലസ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഇനീക്വാലിറ്റി വരും. അതൊരു ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് അത് എഴുതുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ടു ബി എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. ഇതിനെ സെപ്പറേറ്റ് ചെയ്യുക. മോഡുലസ് ഓഫ് എന്താ സെഡ് വൺ സെഡ് ടു എന്ന് പറയുന്ന മോഡ് സെഡ് വൺ ഇൻറ്റു മോഡ് സെഡ് ടു ആണല്ലോ. അത് യൂസ് ചെയ്തുകൊണ്ട് എഴുതിയാൽ മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ഓഫ് ടി ഇൻറ്റു മോഡുലസ് ഓഫ് സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നമുക്കറിയാം എഫ് ഓഫ് സെഡ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. അപ്പം ഇതിൻ്റെ വാല്യൂ നമുക്ക് എം കൊടുക്കാം. എം ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ എ ടു ബി സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. ഇതാണെന്ത്? നമ്മുടെ കോണ്ടൂറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ എ ടു ബി മോഡ് സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി കിട്ടി. അതായത് നമ്മൾ ഫസ്റ്റ് എഴുതിയ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു കേവിൻ്റെ ലെങ്ത്ത് കാണാനുള്ള ഇക്വേഷനാണ്. നമ്മൾ മുന്നേ സെക്കൻഡ് സെമ്മിലാണോ പഠിക്കുന്നതെന്ന് ഓർമ്മയില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചോളുക, ഒരു കേവിൻ്റെ ലെങ്ത്ത് കാണാൻ കേവ് എവിടെ തൊട്ട് എവിടെ വരെയാണോ വാരി ചെയ്യുന്നത് എ ടു ബി മോഡുലസ് ഓഫ് സെഡ് ഡാഷ് ഓഫ് ടി ഡി ടി. ഇത് ലെങ്ത്താണ്. അപ്പം ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഈക്വൽ ടു എം എൽ എന്ന് എഴുതാം. അതായിരുന്നില്ലേ നമുക്ക് കാണിക്കേണ്ടിയിരുന്നത്. മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എൽ. എം എൽ ഇനീക്വാലിറ്റിയാണ്.